ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്ട്രേഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ബെറ്റർ ഓപ്പണിങ്ങും ഒരു പോസിറ്റീവ് ബയാസോട് കൂടിയുള്ള ട്രേഡിങ്ങും ആണ്. ഏഷ്യയിലത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഏഷ്യയിലെ എല്ലാ മാർക്കറ്റുകളും ഇന്ന് മോർണിംഗിൽ വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. സാംസങ്ങിൻ്റെ Q2 റിസൾട്ട് പുറത്തു വന്നിരുന്നു. ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതേസമയം സ്റ്റോക്ക് റിസൾട്ടിന് ശേഷം അറൗണ്ട് 8% താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇതിനനുസരിച്ച് മറ്റു മെമ്മറി സ്റ്റോക്കുകളും താഴെയാണ്. പൊതുവെ ഏഷ്യയിലെ സാംസങ് റിസൾട്ടിന് ശേഷം ഒരു ബെയറിഷ് സെൻറ്റിമെൻ്റ് ആണ്. അതേസമയം ഇന്നലെ അമേരിക്കയിലെ എല്ലാ ഇൻഡെക്സുകളും ബെറ്റർ ആയിരുന്നു. ഡൗ ജോൺസ് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാഗ്നിഫിസൻറ്റ് 7 കമ്പനികളിൽ 6 കമ്പനികളും ഇന്നലെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആപ്പിൾ, ടെസ്ല, NVIDIA, അതുപോലെ തന്നെ ആമസോൺ, ആൽഫബറ്റ്, ഈ സ്റ്റോക്കുകളൊക്കെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം മൈക്രോസോഫ്റ്റ് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അമേരിക്കയിൽ ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ടുള്ള കോണ്ടിനോമാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്തിരുന്നത്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സ്റ്റോക്ക് ഇന്നലെ $83.79 പെർ ഷെയർ വരെയൊക്കെ ഹൈ വന്നിരുന്നു. അതിനുശേഷം $83.17 പെർ ഷെയറിനാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ധാരാളം പോസിറ്റീവ് റിപ്പോർട്ടുകളാണ് കോണ്ടിന്യൂ യൂസ് ചെയ്യുന്ന ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ടെക്നോളജിനെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പെർഫോമൻസ് പാരാമീറ്റേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിലും കോണ്ടിനോ വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകളിൽ ജർമ്മനി പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മറ്റ് മാർക്കറ്റുകളെല്ലാം തന്നെ സ്ലൈറ്റ്ലി വീക്കായിരുന്നു. ഇന്നലെ ഏഷ്യയിലെ ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകളും ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ത്യ മാത്രമാണ് ഇന്നലെ ബെറ്റർ ആയിട്ട് ക്ലോസ് ചെയ്തിരുന്നത്. കമ്മോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്ന് മോർണിംഗിൽ വീണ്ടും താഴെയാണ്. $4,135 പെർ ഔൺസിനാണ് ഇന്ന് മോർണിംഗിൽ സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സിൽവറും താഴെയാണ്. $61.16 പെർ ഔൺസിനാണ്. മറ്റ് കമ്മോഡിറ്റികളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫ്ലാറ്റാണ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇറാൻ വീണ്ടും 2 ഷിപ്പുകളുടെ മേൽ ആക്രമണം നടത്തി എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ ഇന്ത്യൻ റുപ്പി വീണ്ടും US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് താഴെ പോയിരിക്കുകയാണ്. 95.43 രൂപ പെർ ഡോളറിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. SK ഹൈനിക്സ് ADRകൾക്ക് വേണ്ടിയുള്ള പേപ്പേഴ്സ് അമേരിക്കയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ ലിസ്റ്റിങ്ങിന് ശേഷമായിരിക്കും SK ഹൈനിക്സിൽ വീണ്ടും വലിയ വൊളാട്ടിലിറ്റി ഒക്കെ കാണാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ലിസ്റ്റിങ്ങിന് ശേഷം നല്ല രീതിയിലുള്ള മുന്നേറ്റമൊക്കെ പല സ്റ്റോക്കുകളും ഉണ്ടായിരുന്നിട്ടുണ്ട്. പക്ഷേ SK ഹൈനിക്സ് ഇപ്പോൾ ഏറ്റവും പീക്ക് ടൈമിലാണ് ഇത്തരത്തിൽ ലിസ്റ്റിങ്ങിന് പോകുന്നത്. എന്നിരുന്നാലും മെമ്മറി സ്റ്റോക്കുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഫാളിൽ വീണ്ടും മെമ്മറി ഫാളുകളിൽ ബൈയിങ് വരാനുള്ള സാധ്യതകളുണ്ട്. കാരണം എന്ത് തന്നെയായാലും കമ്പ്യൂട്ടർ സെർവറുകളിലൊക്കെ യൂസ് ചെയ്യുന്ന മെമ്മറി ചിപ്പുകൾക്ക് ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം AI റിലേറ്റഡ് സെർവേഴ്സിൻ്റെയൊക്കെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫാളിൽ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ ഘട്ടം ഘട്ടമായിട്ട് വീണ്ടും ലോങ് ടൈമിലേക്ക് വാങ്ങാമെന്നുള്ളൊരു സജഷനാണ് ഞാൻ നൽകുന്നത്. ഒപ്പം നമ്മൾ ഇന്ത്യയിലത്തെ Q1 റിസൾട്ട് ഇൻഡിക്കേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ടൈറ്റൻ്റെ ഗൈഡൻസ് തന്നിരുന്നു. എക്സലൻറ്റ് ഗൈഡൻസ് ആണ്. ടൈറ്റൻ എല്ലാ സെഗ്മെൻറ്റിലും നല്ല ഗ്രോത്ത് ആണ് ടൈറ്റൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ടൈറ്റൻ വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ റൈമണ്ട് ലിമിറ്റഡിൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൻ്റെ ഫോർമർ ചെയർമാൻ കം മാനേജിംഗ് ഡയറക്ടർ ഭാരത് ഇലക്ട്രോണിക്സിൻ്റെ ഡിഫൻസ് ഡിവിഷൻ്റെ CEO ആയിട്ട് ചാർജ് എടുത്തിട്ടുണ്ട്. വളരെ പോസിറ്റീവ് ന്യൂസാണിത്. ഇന്നലെ വന്ന ന്യൂസാണ്. ഇന്നലെ തന്നെ പോസിറ്റീവായിട്ട് റൈമണ്ട് സ്റ്റോക്ക് റിയാക്ട് ചെയ്തിരുന്നു. കൊച്ചിൻ ഷിപ്പ് യാർഡ് ഗവൺമെൻറ് 5.04% സെല്ലിയാണ്. 1,400 രൂപയാണ് ഫ്ലോർ പ്രൈസ് ഫിക്സ് ചെയ്തിട്ടത്. 2.52% ഓഫർ ഫോർ സെയിലായിട്ടും 2.52% ഗ്രീൻ ഷൂ ഓപ്ഷനായിട്ടും കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ടോട്ടൽ 5.04% ആണ് സെല് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ സജസ്റ്റ് ചെയ്യുന്ന SMEയിലത്തെ IPO ഉണ്ട്. IC ഇലക്ട്രിക്കൽസ് കമ്പനി ലിമിറ്റഡ് 67.42 ടൈംസ് ആണ് സെക്കൻഡ് ഡേ ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. ഇന്നാണ് ക്ലോസിംഗ് വരുന്നത്. SME IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന ഒരു IPO ആണ്. ലിസ്റ്റിംഗ് കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. അതോടൊപ്പം തന്നെ മറ്റൊരു IPO 9-ാം തീയതി ഓപ്പൺ ചെയ്യുന്നുണ്ട്. ലേസർ പവർ കേബിൾസ്, കണ്ടക്ടേഴ്സ്, ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. നല്ലൊരു കമ്പനിയാണ്. 214
അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. 9-ാം തീയതി ഓപ്പൺ ചെയ്ത് 11-ാം തീയതിയാണ് അവസാനിക്കുന്നത്. അതോടൊപ്പം തന്നെ BSE SMEയിൽ മറ്റൊരു IPO ഉണ്ട്, ദേവ്സ് ആൻഡ് കാറ്റലിസ്റ്റ്. 118 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ്. 1200 ലോട്ട്. 2 ലോട്ട് അപ്ലൈ ചെയ്യണം. കാറ്റലിസ്റ്റുകൾ അതുപോലെ തന്നെ മറ്റ് പല എക്യുപ്മെൻറ്റുകൾ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ഇൻഡസ്ട്രിയൽ യൂസേഴ്സിന് വേണ്ടിയുള്ള പ്രൊഡക്റ്റുകളാണ്. തീർച്ചയായിട്ടും ഈ കമ്പനിയിലും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ SME IPO ആണ്, BSE SMEയിലാണ് അപ്ലൈ ചെയ്ത് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ലിസ്റ്റിംഗ് കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. അതോടൊപ്പം തന്നെ മോർഗൻ സ്റ്റാൻലി അവരുടെ മുമ്പത്തെ പ്രഡിക്ഷൻ കീപ്പ് ചെയ്തിരിക്കുകയാണ്. സെൻസെക്സ് അടുത്ത വർഷം ജൂണോട് കൂടിയിട്ട് 89,000 ഹിറ്റ് ചെയ്യുന്നതാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ബുള്ളിഷ് സിനാരിയോയിൽ 1 ലക്ഷം വരെ ഹിറ്റ് ചെയ്തേക്കാമെന്ന് പറയുന്നു. ബെയറിഷ് സിനാരിയോയിൽ 66,000 വരെ താഴെ വന്നേക്കാമെന്നാണ് മോർഗൻ സ്റ്റാൻലിയുടെ പ്രഡിക്ഷൻ. മുമ്പത്തെ പ്രഡിക്ഷൻ തന്നെയാണ്. അവരുടെ ടോപ്പിക്കുകൾ മാരുതി, അതുപോലെ തന്നെ ട്രെൻഡ്, ലെൻസ്കാർട്ട്, ബജാജ് ഫൈനാൻസ്, വരുൺ ബിവറേജസ്, ICICI ബാങ്ക്, L&T, അൾട്രാടെക്, പ്രസ്റ്റീജ് റിയൽ എസ്റ്റേറ്റ്, അഡാനി പവർ. ആ ലിസ്റ്റുകളുടെ കാര്യത്തിലൊന്നും മാറ്റം വന്നിട്ടില്ല. ഫൈനാൻഷ്യൽസ്, അതുപോലെ തന്നെ കൺസ്യൂമർ ഡിസ്ക്രിഷണറി കമ്പനികൾ, ഇൻഡസ്ട്രിയൽ രംഗത്തുള്ള കമ്പനികളൊക്കെയാണ് അവർ ഫേവർ ചെയ്യുന്നത്. ഒപ്പം നമ്മുടെ RBIയുടെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ബാങ്കുകളുടെ ലോൺ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കോർപ്പറേറ്റുകളുടെ. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഹയർ ക്യാപെക്സ് ആണ്. തീർച്ചയായിട്ടും ഇത് ഇന്ത്യൻ കോർപ്പറേറ്റ് സെഗ്മെൻറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അപ്പോൾ നമ്മുടെ കോർപ്പറേറ്റ് സെക്ടർ വീണ്ടും നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാനാണ് ചാൻസസ് കൂടുതൽ. തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനും വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഓവറോൾ നമ്മൾ ഒരു പോസിറ്റീവ് ബയാസിലാണ് ഇപ്പോഴുള്ളത്. എന്നിരുന്നാലും ഹോർമോസ് കടലിൽ വീണ്ടും വലിയ രീതിയിലുള്ള ആക്രമണമൊക്കെ വന്ന് ഗ്ലോബൽ വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ ചെറിയ നെഗറ്റീവ് ഇമ്പാക്റ്റുകളൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ നമ്മളെ സംബന്ധിച്ച് മുന്നിലുള്ളത് Q1 റിസൾട്ടുകളാണ്. ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കും ഈ Q1 റിസൾട്ടുകൾ എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് പൊതുവേ ഉള്ളത്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് ബയാസോടുകൂടിയുള്ള ട്രേഡിംഗ് തന്നെയാണ് ഈ ആഴ്ചയിൽ. വീണ്ടും നിഫ്റ്റിയും സെൻസസും മുന്നേറാനാണ് ചാൻസസ് കൂടുതൽ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയുടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.